ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിതിപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്നല്ലേ, ഞാൻ നടക്കാൻ പോവാണ്. ഞാൻ നടക്കാറുള്ളതായിരുന്നു. അപ്പം മഴയൊക്കെ ആയതുകൊണ്ട് നടത്തം അങ്ങ് നിർത്തിയായിരുന്നേ. പിന്നെ അങ്ങ് മടിച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് ബ്ലഡ് ഒക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഷുഗറും കൊളസ്ട്രോളും പിന്നെ തൈറോയിഡും എല്ലാം കൂടെ ഒരുമിച്ചായി. അപ്പോൾ പിന്നെ നമുക്കങ്ങ് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് നടക്കാൻ ഇറങ്ങിയപ്പോഴേക്കും എൻ്റെ കൂടെ നടക്കുന്ന 2 പേരും ഇന്ന് ലീവാണ്, ഇന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ നടക്കാമെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടോ ഞാൻ ഇത്രയും നേരത്തെ ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് തന്നെ നടക്കുന്നത് കേട്ടോ. പേടിക്കാനൊന്നുമില്ല, നമ്മുടെ ഇവിടെയൊക്കെ ആൾക്കാർ അടുത്തടുത്തടുത്ത് വീടുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നടക്കാനൊക്കെ പേടിക്കാനൊന്നുമില്ല. പിന്നെ അതുപോലെ എൻ്റെ കൂട്ടത്തിൽ ഒരാളുണ്ട് നടക്കാൻ. അപ്പോൾ ഞങ്ങളങ്ങനെ നടത്തമൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു കേട്ടോ. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞാനൊരാൾ ചായയൊക്കെ കുടിയും കഴിഞ്ഞിട്ടൊന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നോക്കാമെന്ന് വിചാരിച്ചു. പിള്ളേരൊന്നും എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ ഈ പിള്ളേർക്കാണിന്ന് പഠിത്തമില്ല, ഇന്ന് ലൈൻ ബസ്സൊന്നുമില്ല, അതുകൊണ്ട് പഠിത്തമില്ലാത്തതുകൊണ്ട് അവർ എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ പിന്നെ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. പുട്ടിനുള്ളതാണ് ഞാൻ ആദ്യം കാണിച്ചു കേട്ടോ. റാഗി, പിന്നെ ഓട്സ്, പിന്നെ അരിപ്പൊടി, ഇത് 3ഉം കൂടെ മിക്സ് ആക്കിയിട്ട്, അതായത് അരിപ്പൊടി സാധാരണ നമ്മൾ പുട്ട് നനയ്ക്കുന്ന പോലെ ഫസ്റ്റേ നനയ്ക്കണം. നനച്ചിട്ട് പിന്നെ ബാക്കി റാഗിപ്പൊടിയും പിന്നെ ഓട്സും കൂടെ മിക്സ് ചെയ്തിട്ട് ഉപ്പും പാകത്തിനാക്കിയിട്ട് നമ്മൾ ചെയ്ത് നോക്കുക. അങ്ങനെ ഒന്നും ഉണ്ടാക്കി ഉണ്ടാകാത്തവർ ഉണ്ടാക്കി നോക്കുക. അടിപൊളിയാട്ടോ. നമ്മുടെ ബാവച്ചൻ്റെ അമ്മമ്മ ഉണ്ടാക്കുന്ന കേട്ടോ, ആൻറ്റി ഉണ്ടാക്കുന്ന അതുപോലെ അത് കണ്ടിട്ടാട്ടോ ഞാൻ പഠിച്ചത്. നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ഇത് പുട്ടിനുള്ള കടലക്കറിക്കുള്ള ഞാൻ കടല നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചേ. അപ്പോൾ വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ കുക്കറിൽ തന്നെ നമുക്ക് പുട്ടും ഉണ്ടാക്കാമല്ലോ. അപ്പോൾ പിന്നെ വേവിച്ചിട്ട് വേറൊരു പാത്രത്തിൽ മാറ്റി അടച്ച് വെച്ചിട്ട്, അപ്പോൾ പുട്ടിനുള്ള ഞാൻ വേഗം വെള്ളം അടുപ്പത്ത് വെച്ചു. അപ്പോൾ അടുപ്പത്ത് വെച്ചിട്ട് പുട്ടും അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആട്ടോ, നല്ല ടേസ്റ്റും രുചിക്കും ഒത്തിരി വ്യത്യാസമുണ്ട്. നമ്മൾ സാധാ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലൊരു ടേസ്റ്റാട്ടോ. അപ്പോൾ അന്ന് തന്നെ ഞങ്ങൾ രാവിലെ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ടോ. ഹോസ്പിറ്റലിൽ പോയെന്ന് പറഞ്ഞാൽ മരുന്ന് മേടിക്കാൻ. ജസ്റ്റ് നമ്മൾ റിസൾട്ട് മാത്രം ഇങ്ങനെ പരിശോധിച്ചിട്ട് റിസൾട്ട് നമ്മുടെ കയ്യിലല്ലേ ഉണ്ടായിരുന്നുള്ളൂ, മരുന്നൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഹോസ്പിറ്റലിൽ പോയി 24ാമത്തെ ടോക്കണായിരുന്നു. അതായത് നമ്മുടെ പപ്പായുടെ പെങ്ങളുടെ മരുമോൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവളോട് പറഞ്ഞിട്ട് അവൾ ടോക്കണൊക്കെ എടുത്ത് വെച്ചായിരുന്നു. 24ാമത്തെ ടോക്കണായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ 16 ആയിരുന്നു. 16 ടോക്കൺ കയറിയായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ ഡോക്ടറെയൊക്കെ കണ്ടു. ഡോക്ടറെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് മരുന്നൊക്കെ ഞങ്ങൾക്ക് എഴുതി തന്നു കേട്ടോ. 3നുള്ള മരുന്നൊക്കെ എടുത്ത് ഞങ്ങൾ മരുന്നൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. പിന്നെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വലിയൊരു ചക്ക കിട്ടിയിട്ടോ. എനിക്ക് നോക്കി ഞാൻ മുറിക്കുന്നുണ്ട്. നല്ല അടിപൊളി ചക്കയായിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ മഴ പെയ്തതിന് ശേഷം ഉള്ള ചക്ക, നല്ല ചക്കയാണ്. പക്ഷെ മഴ പെയ്ത ഒരു ചെറിയ വെള്ളമൊക്കെ കയറില്ല, അത്ര ഒരു കുഴപ്പമുള്ളായിരുന്നു. എനിക്ക് പച്ചച്ചക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പച്ചച്ചക്ക ഞാൻ തിന്നു. ഇതുണ്ടോ, ചേച്ചിയാണിത്. ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ചേട്ടായിയുടെ മോളുടെ കല്യാണമൊക്കെ ആയിരുന്നു. അപ്പോൾ അതിന് ചേച്ചി വന്നതാണ്. അപ്പോൾ ഒരു കല്യാണം കൂടെ ഉണ്ട്, അതും കൂടെ കഴിഞ്ഞിട്ട് ചേച്ചി പോകുള്ളൂ, എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും പച്ചച്ചക്ക ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ചക്ക ഇങ്ങനെ മുറിച്ചിട്ട് പച്ച തിന്നും. വേവിച്ച് തിന്നുന്ന അത്രയ്ക്ക് ഇഷ്ടമല്ല. ചേച്ചിക്ക് ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് പച്ചയ്ക്കാണ് കൂടുതലും ഇഷ്ടം കേട്ടോ. പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചക്കയൊക്കെ തിന്നെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഉച്ചയായപ്പോഴേക്കും ചോറ് കഴിക്കാനുള്ള പരിപാടിയിലായിരുന്നു കേട്ടോ. ഉച്ചക്കത്തെ ചോറിന് എന്താ കറിയെന്ന് ചോദിച്ചാൽ മോരും കുമ്പളങ്ങയും കറി വെച്ചു. പിന്നെ പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു. പിന്നെന്തുവാ മീൻ വറുത്തത്, ഉണക്കമീൻ നത്തള മീൻ ഫ്രൈ ചെയ്തതും ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ ഫ്രൈ ചെയ്തതൊന്നും ഞാൻ അധികം കഴിക്കത്തില്ല. വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചെന്നേ ഉള്ളൂ. അധികമൊന്നും കഴിക്കത്തില്ല. ഫ്രൈ ഒന്നും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഡോക്ടർ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കിടന്നുറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരമായപ്പോൾ കുറച്ചും കൂടെ നടക്കാൻ പോയി. കുറച്ചും കൂടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഇത് അടുത്ത് തന്നെ പറഞ്ഞാൽ ഇപ്പോൾ ഈ തെളിഞ്ഞ പറമ്പില്ലേ, ഈ തെളിഞ്ഞ പറമ്പ് എൻ്റെ ഇപ്പറേ കാണുന്ന ഈ വാഴയും ഈ റബ്ബറും ഒക്കെ നിൽക്കുന്ന ഈ പറമ്പ്, അത് നമ്മുടെ അച്ചായൻ്റെ പറമ്പാട്ടെ. ഇപ്പോൾ അച്ചായൻ്റെ പറമ്പാണ് തൈ റബ്ബർ നിൽക്കുന്നത്.
അപ്പോൾ അങ്ങനെ വൈകുന്നേരം കുറച്ച് നേരം നടക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നടക്കാനൊക്കെ പോയി. അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കണ്ടിട്ടില്ലാത്തവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, കണ്ടതിൽ വളരെ സന്തോഷം. താങ്ക് യു.